ഹലോ എല്ലാവർക്കും പുതിയ വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. 2 ദിവസത്തെ വീഡിയോ കുറച്ചായിട്ട് എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണത് സ്കൂളിലേക്കാണ്. അവരെടുത്തിട്ട് നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി സാരി വാങ്ങിക്കണമെന്ന്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞാൽ ഫംഗ്ഷൻ. അപ്പം നമ്മൾ സാരി വാങ്ങിച്ചു, ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടി. എനിക്ക് സാരി എടുക്കാൻ അറിയാത്തതുകൊണ്ട് റെഡി ടു വെയർ ആക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ റെഡി ടു വെയർ ആക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കാരം കൊണ്ട് റെഡി ടു വെയർ ആക്കാൻ പറ്റില്ല. പിന്നെ 2ാമത്തെ ദിവസമുണ്ട്, പിന്നെ സാരിയൊക്കെ കൊടുക്കാൻ പറ്റി. അപ്പോൾ വരുന്ന വഴി കുറച്ച് വീട്ടിലൊക്കെ കയറി കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. ഈ ഉറങ്ങണത് അന്നത്തെ ദിവസത്തെ ഫസ്റ്റ് ദിവസത്തെ രാത്രിക്കലത്തെ ഉണ്ട്. അത് ഞാൻ തലക്ക് ഭാഗത്ത് ഇങ്ങനെ കാറുകളൊക്കെ ഇങ്ങനെ വെച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് തോന്നി വീഡിയോ എടുക്കാൻ, അങ്ങനെ വീഡിയോ എടുത്തേണ്ട. നല്ല ഉറക്കത്തിലാണ് രണ്ടാൾക്കാർ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഡ്രസ്സൊക്കെ മടക്കി വെക്കാറ്. അപ്പോൾ കുറച്ചധികം ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഇവർ ബെഡിൽ മൂത്രമൊക്കെ വെച്ചേരം കൊണ്ട് ബെഡ്ഷീറ്റും ബെഡിൻ്റെ കവറും അങ്ങനെ കുറച്ചധികം ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു മടക്കി വെക്കാനുണ്ട്. യൂണിഫോം ഉണ്ടായിരുന്നില്ല. യൂണിഫോം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ മടക്കി വെക്കും. പക്ഷേ യൂണിഫോം ഒരു ഓഫ് വൈറ്റ് കളറാണ്. അപ്പോൾ അതും എന്തെങ്കിലും കഴുക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പാടല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ഒരാൾ വന്ന് കാർട്ടൂൺ എനിക്ക് ഇഷ്ടമല്ല, വേറെ ഇത് വെച്ചതായി. ഇയാൾക്ക് കാർപരമായിട്ടുള്ള കാർട്ടൂണൊക്കെയാണ് ഇഷ്ടം, മറ്റാൾക്ക് വേറെ കാർട്ടൂൺ. അതാണ് പറയുന്നത് 2 സ്വഭാവമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനതൊക്കെ പരിഹരിച്ചിട്ട് പിന്നെ അടുക്കളയിൽ കയറിയിട്ട് ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങ തൊണ്ടുകൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ പരിപ്പും തക്കാളിയും വേവിക്കാനായിട്ട് അത് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ മത്തങ്ങയുടെ തൊണ്ട് നമ്മൾ ആ പച്ച ഭാഗമൊക്കെ കളഞ്ഞിട്ട് കുഞ്ഞാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് വലിയ വേവില്ലല്ലോ. ഞാനിതുവരെയായിട്ടും വെച്ചിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ കറി. അപ്പോൾ ആദ്യമായിട്ടാണ് മത്തങ്ങയുടെ തൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു കറി വെക്കാൻ പോണത്. സാധാ പരിപ്പും തക്കാളിയും തേങ്ങ അരച്ച് വെക്കൂല, അതുമാതിരിയായിട്ടാണ് വെക്കണത്. അപ്പോൾ പരിപ്പും തക്കാളി ഞാൻ വേവിക്കാനിട്ട്, അപ്പം ഞാൻ തേങ്ങയിൽ കുറച്ച് ഉള്ളിയും വേപ്പിലയും ഇട്ടിട്ട് മിക്സിലിട്ട് അരച്ചിട്ട് അതിൻ്റെ അകത്ത് കൊഴിക്കുകയാണ് ചെയ്യണത്. വേറൊന്നുമില്ല. ഇത് സ്പെഷ്യലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തണ്ണിമത്തൻ്റെ തൊണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ താളിച്ച് കഴിഞ്ഞാൽ അതൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തതായിരുന്നു ഞാൻ ഇങ്ങനെ ഇട്ടേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബായ്.